ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്കും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കീൻവ ചിക്ക് പീ സാലഡ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കീൻവ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. കുറച്ച് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കീൻവ ഒരു സൂപ്പർ ഹെൽത്തി ഫുഡാണ് കേട്ടോ. ഇതിൽ പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, വൈറ്റമിൻസ്, മിനറൽസ് എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നവർക്കും അതുപോലെ തന്നെ ഡൈജഷൻ എന്നിവയ്ക്കെല്ലാം ഈ കീൻവ വളരെ നല്ലതാണ്. നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കീൻവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുക്ക് ചെയ്ത വെള്ളക്കടലയും കൂടെ എടുത്തിട്ടുണ്ട്. വെള്ളക്കടല സാധാരണ എങ്ങനെയാണോ നമ്മൾ എടുക്കുന്നത് അതേപോലെ തന്നെ, അതായത് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടെ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, കുക്കുംബർ, ഒരു സവാള, ഒരു തക്കാളി, ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കോണ്, ക്യാബേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്തിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ ആകെ ഇത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ വെജിറ്റബിൾസ്, അതുകൊണ്ടാണ് ഇത്രയും മാത്രം എടുത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് നാരങ്ങ നീര്, ഉപ്പ്, കുരുമുളക് പൊടി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ പരിപാടി തീരും. അപ്പം അതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ റിഫ്രഷിംഗ് ആയിട്ടുള്ള കീൻവ ചിക്ക് പീ സാലഡ്. ഡിന്നറിനോ ലഞ്ചിനോ ബ്രേക്ക്ഫാസ്റ്റോ ഏതായിട്ട് വേണേലും നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റും. ഈ ഒരു സാലഡ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ഫ്രഷ്നെസ്സും അതേപോലെ തന്നെ ന്യൂട്രീഷ്യൻസും ഒക്കെ കിട്ടുന്നുണ്ട്. സാലഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും.